ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. വളരെ നല്ലൊരു ഒരു ക്രിസ്മസ് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം ന്യൂ ഇയറും കൂടി വരാനായിട്ട് പോവുകയാണ്. ഒരു പുതിയൊരു വർഷം അല്ലേ. ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ എല്ലാ ദൈവമക്കൾക്കും ഉണ്ടാകും. ഇപ്പോൾ ഈ ഒരു വർഷം തീരാൻ പോകുമ്പോൾ ഇനി അടുത്ത വർഷം, ഈ വർഷം നടക്കാത്ത പല കാര്യങ്ങളും അടുത്ത വർഷം നടക്കും, നമുക്ക് ചെയ്യാൻ പറ്റും എന്ന വലിയൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തമ്പുരാൻ നിങ്ങളെ സഹായിക്കും കേട്ടോ. ഹല്ലേലൂയ, ആവേ മരിയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉണ്ണീശോയെ വരവേൽക്കാനായിട്ട് ലോകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഓർക്കുക, ഒരുപാട് ആഡംബരങ്ങളോ ആർഭാടങ്ങളോ ഒന്നും നമുക്ക് വേണ്ട. നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെല്ലാം നമ്മൾ ചെയ്താലും, ഇപ്പോൾ നമ്മളൊരു ആഘോഷം എന്ന രീതിയാണ് നക്ഷത്രം തൂക്കുന്നതും അതുപോലെ തന്നെ പുൽക്കൂടുണ്ടാക്കുന്നതും ഒക്കെ അതിൻ്റെ ഒരു ആഘോഷം മാത്രമാണ്. പക്ഷെ അതിനപ്പുറത്ത് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഓർക്കുക, ഇതൊന്നും അല്ല നമ്മുടെ ശരിക്കും യഥാർത്ഥത്തിലുള്ള വെളിച്ചം നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ടാവേണ്ടത് എന്നൊരു വലിയൊരു സന്ദേശം ദൈവം നമുക്ക് നൽകുകയാണ് കേട്ടോ. അത് നമ്മൾ ഓർക്കുക. അതോടൊപ്പം തന്നെ കാലിത്തൊഴുത്തിൽ ഉണ്ണീശോ പിറന്ന ആ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പരിശുദ്ധ അമ്മ, അതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പരിശുദ്ധ അമ്മ അനുഭവിക്കുന്ന തീവ്രമായ വേദന കാണുന്നുണ്ട്. അമ്മ ഗർഭിണിയായ സമയം മുതൽ അമ്മയ്ക്ക് വളരെയധികം സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അതോടൊപ്പം തന്നെ പ്രസവ സമയത്തും വളരെയധികം സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഒരു സത്രത്തിലും സ്ഥലം കിട്ടാതെ വന്നപ്പോഴാണ് അവസാനം കാലിത്തൊഴുത്തിൽ ദൈവം അവർക്ക് വേണ്ടി ഉദ്ദേശിച്ചൊരു സ്ഥലമാണ്. അവിടെ ദൈവം അവർക്ക് വേണ്ടിയിട്ട് ഒരു ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പം നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അവിടെയൊക്കെ അവർ ദൈവഹിതം അന്വേഷിച്ചു എന്നുള്ളതാണ് കേട്ടോ. ദൈവം അവർക്ക് വഴി തുറന്ന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലും ഇതുപോലൊക്കെ തന്നെയാണ്. നമ്മൾ മുന്നോട്ടുള്ള വഴി ചിലപ്പോൾ അടഞ്ഞിട്ടുണ്ടാവും, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ടാവും. അപ്പോഴൊക്കെ നമുക്കൊരു വലിയ പ്രതീക്ഷയും വിശ്വാസവും ഉണ്ടല്ലോ, തമ്പുരാൻ വഴി തുറക്കും. ആ ഒരു വലിയ പ്രതീക്ഷയും വിശ്വാസവും പരിശുദ്ധ അമ്മയ്ക്കും ജോസഫിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കാലിത്തൊഴുത്തിലേക്ക് ദൈവം അവരെ ആനയിച്ചത്. അതുമാത്രമല്ല, കാലിത്തൊഴുത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. വളരെയധികം മൃഗങ്ങളെന്ന് പറയാനായിട്ട് പശുക്കളാണ് അല്ലേ, വേറെ ഒന്നും അവിടെ തന്നെ ഇല്ല. അതോടൊപ്പം തന്നെ മറ്റു മലിനമാക്കപ്പെട്ട ഒരു സ്ഥലമൊന്നും അല്ല അത്. അപ്പോൾ വളരെ വിശുദ്ധിയുള്ള ഒരു സ്ഥലം തന്നെ നമുക്ക് പറയാം. പൊതുവേ നമുക്കറിയാലോ, മനുഷ്യരെക്കാൾ കൂടുതലായിട്ട് നന്ദിയും സ്നേഹവും ഉള്ളത് മൃഗങ്ങൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവണം ഒരുപക്ഷെ ദൈവം ഇതുപോലൊരു സാഹചര്യം തിരഞ്ഞെടുത്തതും. അതുമാത്രമല്ല, അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്, ഈശോയുടെ മാതാപിതാക്കൾ ഒരിക്കൽ പോലും ദൈവത്തോട് പരാതി പറയുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊന്നും തമാശയായിട്ട് എടുക്കരുത്. നമ്മൾ ഈ ഓരോ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കുറേ പടക്കം പൊട്ടിച്ചും കമ്പിത്തിരിയും പൂത്തിരിയും കത്തിച്ചും അല്ലെങ്കിൽ കേക്ക് മുറിച്ചും ഒക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ദൈവം നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ക്രിസ്മസ് ദിനത്തിലൂടെ. ഉണ്ണീശോ ജനിച്ച ആ ഒരു കാര്യത്തിലൂടെ നമുക്ക് വലിയൊരു സന്ദേശം തന്നെയാണ് നൽകുന്നത്. അപ്പോൾ ഈശോയുടെ ജീവിതമാണ് നമ്മളെ ദൈവം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മളൊരു പുതിയ ക്രിസ്തുവായിട്ട് മാറുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ ആ കാരണവന്മാർ അനുഭവിച്ച ദുഃഖങ്ങളുണ്ട്, ആ കാരണവന്മാരുടെ അതിജീവിതമുണ്ട്, അതുപോലെ തന്നെ വിശ്വാസമുണ്ട്. വളരെയധികം അവർ സഹനത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ദൈവം അവരെ വളരെയധികം കാത്തു പരിപാലിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. അവരെ പൊന്നുപോലെയാണ് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അവസാനം കാലിത്തൊഴുത്തിലേക്ക് ഈശോ പിറക്കുന്ന സമയത്ത് നമുക്കറിയാം, ആ സമയത്തും എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു വാൽ നക്ഷത്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതുപോലെ ശിശു പിറന്നിട്ടുണ്ടെന്ന് ആട്ടിടയന്മാരോട് പറയുന്നുണ്ടല്ലോ. അവർ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഈ ഒരു അത്ഭുതപ്പെടുത്തുന്നൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ അവിടെ വെച്ച് പരിശുദ്ധ അമ്മ, നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും, ഹൃദയത്തിലെല്ലാം സംഗ്രഹിച്ചു എന്നൊരു വാചകം കൂടെ കൊടുത്തിട്ടുണ്ട്, വചനമാണ്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, പരിശുദ്ധ അമ്മ ഹൃദയത്തിലെല്ലാം സംഗ്രഹിച്ചു എന്നത്
എന്നതിനാൽ അതായത് അന്ന് കഴിഞ്ഞു പോയത് തൊട്ടുള്ള കാര്യങ്ങൾ, അവൾ കടന്നു വന്ന എല്ലാ കാര്യങ്ങളും, അതായത് ആ കാലിത്തൊഴുത്തിൽ ഉണ്ണീശോ പിറന്നത് തൊട്ട് ഈ ആട്ടിടയന്മാർ അവരെ കാണാൻ വേണ്ടി വന്നത് പോലും അവളുടെ ഉള്ളിൽ അവൾ കൂട്ടിവെച്ചു എന്നുള്ളതാണ്. അവൾക്ക് മറുത്തൊരു ചോദ്യം അവൾ ദൈവത്തോട് ചോദിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കത് വലിയൊരു പാഠമാണ്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊന്ന് തലചായ്ക്കാൻ ഇടം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് പ്രത്യാശയില്ല, നമുക്ക് വിശ്വാസമില്ല, അതൊക്കെ നമുക്കവിടെ നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ വെല്ലുവിളിക്കുക എന്നുള്ളത്, അത് കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലേ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ദൈവമൊന്നുമില്ല എന്ന് കരുതി നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒന്ന് കാലിത്തൊഴുത്തിലേക്ക് നോക്കുക. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തെയാണ് കാണാൻ പറ്റുന്നത്. അതുമാത്രമല്ല, അവിടെ വളരെയധികം സ്നേഹം തുളുമ്പുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ പരസ്പര വിശ്വാസം കാണാൻ പറ്റുന്നുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തുടക്കം മുതലേ പരിശുദ്ധ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ജോസഫ്. നമ്മൾ മറിയത്തിന് പ്രാധാന്യം കൊടുക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ ഔസപിതാവിനും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ച്, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ ചേർത്ത് പിടിച്ച് ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു പുരുഷനെ നമുക്ക് ഈ ലോകത്തിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം മുതലേ അവസാനം വരെ കൂടെ നിന്ന ഒരു നല്ലൊരു മനുഷ്യനാണ് ഔസപിതാവ്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും നല്ലൊരു കുടുംബം നയിച്ചു എന്നുള്ളതും, നല്ലൊരു ദാമ്പത്യ ജീവിതം നയിച്ചു എന്നുള്ളതും വലിയൊരു എന്താ പറയുക, ഒരു പങ്കാളിത്തം അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ടൊരു മാതാപിതാക്കളുടെ കടമ അവർ നിറവേറ്റുന്നു. അതോടൊപ്പം തന്നെ അവർ ഒരുമിച്ച് നിന്ന് ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അവർക്ക് വഴികൾ തുറന്നു കിട്ടി എന്നുള്ളത് വലിയ അത്ഭുതമാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ക്രിസ്മസിൽ നമ്മളോട് ദൈവം ആവർത്തിക്കുന്നത് തന്നെയാണ്, നമ്മുടെ കുടുംബമൊക്കെ തിരുകുടുംബമായിട്ട് മാറട്ടെ എന്നാണ്. അപ്പോൾ കൂട്ടുയോജിക്കപ്പെടാത്ത രീതിയിലുള്ള മാറി നിൽക്കുന്ന സാഹചര്യങ്ങളുള്ള കുടുംബങ്ങളൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തമ്പുരാൻ്റെ കൃപയാൽ ഒത്തിണങ്ങട്ടെ. വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ ഇനിയൊരു ജന്മത്തിലല്ല, പക്ഷേ നമ്മളായിരിക്കുന്ന ഈ ജന്മത്തിൽ തന്നെ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരണം നമുക്ക് തന്നിരിക്കുന്ന ഈ ആയുസ് വളരെ ചുരുക്കം മാത്രമാണ് നമുക്ക് ഭൂമിയിൽ ജീവിക്കാനായിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു തീർക്കുക. അപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവത്തിൻ്റെ വലിയ കരുണ ഉണ്ടാവട്ടെ. ഹാപ്പി ക്രിസ്മസ്. ദൈവം അനുഗ്രഹിക്കട്ടെ.